ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ചോറായാലും ചപ്പാത്തി ആയാലും പിന്നെ കപ്പയുണ്ടെങ്കിൽ പിന്നെ സൂപ്പറാ, പിന്നെ ഒന്നും നോക്കണ്ട. അതിലേക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു നാടൻ മത്തിക്കറിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഞാനിവിടെ ചെറിയ മത്തിയാണ് അതിനായിട്ട് എടുത്തത്. ചെറുതായാലും വലുതായാലും കുഴപ്പമില്ല. മത്തിക്കറി ഏതായാലും ഭയങ്കര രുചിയാണ്. ചെറുതായി അരിഞ്ഞെടുത്ത സവാളയും ചെറിയുള്ളിയും, അതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു പച്ചമുളക് എരിവിനനുസരിച്ച് നിങ്ങൾ കൂടുതൽ ചേർക്കാം. ഒരു ചെറിയ പാത്രത്തിൽ ഇതുപോലെ അല്പം വെള്ളമെടുത്ത് അതിൽ നമുക്ക് കുറച്ച് പുളി ഇട്ട് വെക്കേണ്ടതുണ്ട്. വളരെ കുറച്ച് മതി. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. ഇനി അതിലേക്ക് അല്പം ഉലുവ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും ഉള്ളിയും ഒക്കെ ഇതിലിട്ട് ഒന്ന് ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ചെറിയ തീയിൽ വേണം ഇത് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഒരു പഴുത്ത തക്കാളി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് അതും ഇതിൻ്റെ കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയുമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ നമുക്ക് മത്തിക്കറി കൂടുതൽ കളർ കിട്ടും, അതുകൊണ്ടാണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ മാറ്റിവെച്ച പുളിവെള്ളം ഇതിലേക്ക് ഒഴിക്കണം. അല്പം വെള്ളം കൂടി ഒഴിക്കുന്നത് നല്ലതായിരിക്കും, കൂടുതലായിട്ട് വെള്ളം ഒഴിക്കണ്ട. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അതിനുശേഷം നമുക്ക് മീനുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഒന്ന് ആഡ് ചെയ്യാം. ഞാനിവിടെ വളരെ കുറച്ച് മത്തിയെ എടുത്തിട്ടുള്ളൂ, അതിനനുസരിച്ചുള്ള കറിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് കഴുകി വെച്ച മത്തി ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ശേഷം നമുക്ക് ഇത് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ തന്നെ മത്തി വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ നാടൻ മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തീയൊക്കെ ഓഫ് ചെയ്ത് വാങ്ങി വെച്ചതിന് ശേഷം അല്പം പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിൽ കൂടെ ഒഴിക്കുന്നത് നല്ലതായിരിക്കും. വേണമെങ്കിൽ കുറച്ച് മല്ലിയിലയും ചേർക്കാവുന്നതാണ്.